ഹലോ, ഞാൻ റസീദ്. നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാൻ കുടുങ്ങിയതാ തോന്നിട്ടോ. അതില് കംപ്ലൈന്റ് ഇപ്പൊ SP ഓഫീസിലും മറ്റിടത്തും അവിടെ ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു പൊക്കലുണ്ടാവും, അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാവും. സംഭവത്തില് ഇത് അംഗീകാരമില്ലാത്ത ഒരു ലോട്ടറി ആണ്. ആ ടിക്കറ്റിന്റെ നറുക്കെടുപ്പ് കണ്ടാൽ തന്നെ അറിയാം അതൊരു ₹1,00,00,000 പിരിച്ചിട്ടുണ്ടാവും. അത്രത്തോളം ഉണ്ട്. 1000 ഉറുപ്പ്യ വെച്ചിട്ട് ഓരോരുത്തരേക്കൊന്ന് വാങ്ങിയെന്ന് പറയുന്നുണ്ട്. ഈ കൊടുത്ത ആൾക്കാരൊക്കെ ഏതായാലും എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടും പറയുമ്പോൾ തന്നെ 1000 ഉറുപ്പ്യ കൊടുത്തിട്ടേ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ കൂടുമ്പോ ചിന്തിക്കണം. ഇതിലാരാ നറുക്കെടുക്കണേ? അവിടെ കൂടിയുന്ന ഒരാളോട് ആരെങ്കിലും ഒരാൾ നറുക്കെടുക്കുക, അല്ലെങ്കിൽ ഒരു കുട്ടീനെ കൊണ്ട് ആ കുട്ടീനെ കൊണ്ട് നറുക്കെടുപ്പിക്കുക, അതൊക്കെ ഒരു രസമുള്ള പരിപാടിയാണ്. എന്താണെങ്കിലും ഇത് അവരെന്നെ നറുക്കെടുക്കുക. ഒന്ന് കുഞ്ഞാന്, ഒന്ന് അതിന്റെ മുതലാളി, ഒന്ന് മറ്റോന്, അവർക്ക് തന്നെ കിട്ടുകയും ചെയ്തു. ഏതായാലും ഇത് കേസ് പല ആൾക്കാരും കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ നിരപരാധിയാണ്. 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും രക്ഷപ്പെട്ടാലും ഒരു നിരപരാധികളും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു നിരപരാധിയാണ് ഓടുന്ന. പക്ഷെ ഇത് കാണുന്നത് നമുക്കൊക്കെ അറിയാം നിരപരാധി ആണോ അല്ലെന്നില്ല. സംഭവത്തിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നിരോധിക്കണം. ലോട്ടറി മാതിരി ജനങ്ങളെ പറ്റിക്കാനുള്ളത്. ഏതായാലും ഒരു ഭാഗത്ത് ഇലക്ഷന്റെ ചൂട്, മറുഭാഗത്ത് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതിലും ഒരു റീച്ച് കിട്ടുന്നുണ്ട്, അതും ആൾക്കാർ കാണുന്നുണ്ട്, അതിലും ഒരു പൈസ ഇട്ടുണ്ട്. ഇതൊക്കെ ഒരു നമ്പറാണ് വരുന്നത്, വലിയ നമ്പറുകൾ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതുവരെ കളിച്ച കളിയല്ലേ കാണുന്നത്. ഇത് പൈസ പോയ ആൾക്കാരുണ്ടല്ലോ, 1000 ആണെങ്കിലും അവരിപ്പോ വെറുതെ വിടുവോ? നമ്മളെ പൈസ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വാസി ഉണ്ടാവില്ലേ? ഇതൊന്നും തെളിയിക്കണം എന്നില്ലേ? അങ്ങനെ തെളിയിക്കട്ടെ. ഏതായാലും അതെ ഓക്കെ. അല്ല, ഇപ്പൊ നിലമ്പൂര് പാര ജയിക്കുക, ഇതിന് എന്നെ ഒന്ന് ചീത്താറുണ്ട. ഞാൻ അങ്ങനെ ആലോചിക്കണേ, രാഷ്ട്രീയം എന്ന് പറഞ്ഞ രാഷ്ട്രബോധമുള്ള ആൾക്കാരൊക്കെ പറയും. ഞാൻ ഒരാളെ ചീത്ത ഒന്നും പറയുന്നില്ല. എന്നാലും എന്റെ കമന്റ് ബോക്സിൽ പെരും ചീത്തയാണ്. കുറെ ആളൊക്കെ ബ്ലോക്ക് ആക്കും, പക്ഷെ ഞാൻ മറുത്തൊന്നും പറയുന്നില്ല കേട്ടോ. അതന്നെ എനിക്കൊരു ക്വാളിറ്റി ആയിട്ട് കണ്ടാ നിങ്ങള്. ഓക്കെ.